ഹലോ. ഹലോ. തിരക്കിലായിരുന്നോ? അല്ല, അടുക്കളയിലായിരുന്നു. എന്തൊക്കെയുണ്ട് വർത്താനങ്ങൾ? എന്താ, സുഖാണ്. അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടായിരുന്നോ? അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങുമ്പോഴായിരുന്നു അവര് വന്നേ. ഇപ്രാവശ്യം വന്നിട്ട് ചെടിച്ചട്ടിയൊക്കെ എടുത്ത് എറിയും ഒക്കെ ചെയ്തു. അയൽവക്കത്തുള്ളവരെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പറഞ്ഞ സമയത്ത് പലിശയെങ്കിലും കൊടുത്തില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളാനാണ് പറയണ. പ്രാവശ്യം അവള് കണ്ടു ഇതൊക്കെ? ഇല്ല, അവളെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അവളുടെ ഫീസും 3 മാസമായിട്ട് മുടങ്ങി കിടക്കുകയാണ്. കൊടുക്കാം. നീ ടീച്ചറോട് വിളിച്ച് പറ, കുറച്ചും കൂടി സമയം തന്നെ. എനിക്ക് വയ്യ ഇനി വിളിച്ചു പറയാൻ. എത്രയെന്ന് വെച്ചിട്ടാ പറയാ വിജയേട്ടാ? മോൾക്കും കൂടി നാണക്കേടായി തുടങ്ങി. കൊടുക്കാം. എങ്ങനെ കൊടുക്കാന്നാ വിജയേട്ടാ? ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്, നമുക്ക് കൊടുക്കാം. വിജയേട്ടാ, ഞാൻ അത് വെച്ച് പറഞ്ഞതല്ല. കടലെ കടന്ന് അന്ന് മുതല് ഒട്ടകത്തിന്റെ ജീവിതം എനിക്ക്. പഴുത്ത മരുഭൂമിയിൽ ഒട്ടകം. ഇതെന്താ പറ്റിയ വിജയേട്ടന്? ഒന്നുമില്ല, ഞാൻ ചില കാര്യങ്ങൾ ഓർത്തു പോയതാ. നീ ഒന്ന് ഓർത്തു നോക്കി. ശരിക്കും ഞാനൊരു ഒട്ടകമല്ലേ? മുതുകത്ത് ഒരുപാട് പേരെ കയറ്റി വെച്ച് നടക്കണേ. കാല് മണലിൽ പൂണ്ടു പോകുന്നുണ്ട്. എന്നാലും എന്നെ ആശ്രയിച്ച് വന്നവരെ എനിക്ക് താഴെ വീഴ്ത്താൻ പറ്റില്ല. എനിക്കെല്ലാം കൂടി. നീ പേടിക്കണ്ട, ഒരാഴ്ച കൂടി കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരില്ലേ? വന്നാ അധിക ദിവസം ഞാൻ കൂടെ കാണില്ല. വേഗം വേഗം തിരിച്ചു പോണേ എനിക്ക്. അതെന്താ, അവരപ്പോ ലീവ് തന്നില്ലേ? ലീവ് കിട്ടി. മോളെ ഇങ്ങോട്ടൊക്കെ പോണെന്ന് പറയുന്നുണ്ട് അച്ഛൻ വന്നിട്ട്. പോകാം, എവിടെ വേണമെങ്കിലും പോവാം. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അവിടുന്ന് പോന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സുധി നിന്നെ കാണാൻ വരും. അവൻ കുറച്ച് പേപ്പർ കൊണ്ടുവരും. ആ പേപ്പറിലേക്ക് നീ ഒപ്പിട്ട് കൊടുക്കും. പിന്നെ ഞാൻ അവൻ്റെ ഒപ്പം ഒന്ന് ബാങ്ക് വരെ പോകുകയും വേണം. ഞാൻ കുറച്ച് പണം തരാക്കിയിട്ടുണ്ടേ, അതിൻ്റെ കാര്യങ്ങളാണ്. ബാങ്കില് ലോണാണോ ഇനിയും? നമുക്കൊക്കെ ഇനി ആരും ലോണ് തരാനടി? ഇനിയിപ്പോ ഈ കടങ്ങളൊക്കെ വീട്ടിൽ കഴിഞ്ഞാ വിജയേട്ടൻ തിരിച്ചു പോകണ്ട. ഇവിടെ എന്തേലുമൊക്കെ നോക്കിയിട്ട് ഉള്ളതുപോലെ കഴിയാം. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, അതിന് നീ കുറച്ച് പൈസ അമ്മയ്ക്ക് കൊടുക്കണം. എപ്പോഴും പരാതി പരിഭവമല്ലേ, ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. കയ്യിൽ ഉണ്ടായിട്ട് കൊടുക്കുന്നില്ലെന്ന് അമ്മയുടെ വിചാരം. സത്യം എന്താന്ന് നമുക്കല്ലേ അറിയൂ. ബിമലയ്ക്ക് കൊടുക്കാനുള്ളതും കൂടി കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ. ആർക്കും ഒരു പരാതി ഉണ്ടാവരുത്, കണ്ടറിഞ്ഞ് ചെയ്യണം നീ. പിന്നെ അച്ഛൻ്റെ അസിത്തറയിൽ വിളക്ക് വെക്കാൻ പോകുമ്പോ നീ അച്ഛനോട് പറയണം, വിജയേട്ടനായിട്ട് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ മൊത്തം വിജയേട്ടൻ തീർത്തു. വിജയേട്ടനെന്താ കരയാണോ? അല്ലല്ല, ഒരു പനിക്കോളാ. അതെ വിജയേട്ടാ, എന്തായാലും വരുമല്ലേ? വരുമ്പോ പെട്ടി കുറച്ച് കനത്തിലായിക്കോട്ടെ കേട്ടോ. അത് നീ പേടിക്കണ്ട, ഇത്തവണ പെട്ടി നല്ല കനത്തിലായിരിക്കും. ഒരു ജീവന്റെ കനം. നമുക്കൊരു കൊച്ചു വീട് വെക്കണം. അവിടെ ഞാനും നീയും നമ്മുടെ മക്കളും. സ്വപ്നം കാണാൻ പലിശ കൊടുക്കണ്ടല്ലോ.